ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലഹരി വേട്ടയിൽ ഒരാൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശി ജോൺ പോളിനെയാണ് ഇഡി പിടികൂടിയത്. LTTക്ക് പണം കണ്ടെത്താൻ ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും പ്രധാന പ്രതികൾക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് സംശയം. ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, എന്തായിരുന്നു കേസിന്റെ പശ്ചാത്തലം, എന്തൊക്കെയാണ് വിവരങ്ങൾ? 2021 മാർച്ചിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത്. ഏതാണ്ട് 300 കിലോഗ്രാം ഹെറോയിനും അതോടൊപ്പം AK-47 തോക്കുകളും തിരകളും ഒക്കെ ചേർന്നാണ് പിടിച്ചെടുത്തത്. ഇത് LTTക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്നതിനാണ് ഈ ഇടപാട് നടത്തിയതെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് NIA ഒക്കെ ഈ കേസ് ഏറ്റെടുത്തതുമാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൽ നടന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ED ഇതിൽ കേസെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ കേസിലാണ് ജോൺ പോൾ എന്നയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇയാൾക്ക് പലതവണ സമൻസ് അയച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ, പക്ഷേ ഇയാൾ എത്തിയില്ല. തുടർന്ന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു PMLA കോടതി. പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ ED മറ്റൊരു നടപടി കൂടി ചെയ്തു. ഏതാണ്ട് 3.5 കോടി രൂപയുടെ സ്വത്തുക്കൾ ഈ കേസിലെ പ്രതികളുടേത് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ പ്രതികളെല്ലാം തന്നെ തമിഴ് വംശജരായ ശ്രീലങ്കൻ പൗരന്മാരാണ്. LTTക്ക് വേണ്ടിയാണ് ഇവർ പണിയെടുക്കുന്നത് എന്ന് നേരത്തെ കണ്ടെത്തിയതും തെളിഞ്ഞതുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇന്ന് PMLA കോടതിയിൽ കലൂരിൽ ഹാജരാക്കിയ പ്രതിയെ ഏപ്രിൽ 2 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, ആയുധക്കടത്തിലും മയക്കുമരുന്ന് കടത്തിലൂടെയും കൂടി LTTക്ക് പണം കണ്ടെത്താനടക്കം പ്രതി ജോൺ പോൾ ശ്രമിച്ചു എന്നടക്കം ED കണ്ടെത്തിയിട്ടുണ്ട്.